ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തവേ നമുക്കേവർക്കും പ്രിയങ്കരനായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി. പറഞ്ഞ അദ്ദേഹമാണെങ്കിൽ സംഗതി സത്യമാണ്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ ഒരു ചെറിയ വിഭാഗം ആളുകൾ കൈയടക്കി വച്ചിരിക്കുകയാണ്. ഏതാണ്ട് 10% വരുന്ന ജനങ്ങളുടെ കയ്യിലാണ് പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളെല്ലാം ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട തസ്തികകളൊക്കെ അവരാണ് ഭരിക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പത്ത് കൈയാളുന്ന അവരാണ്. സ്വകാര്യ മേഖലയിലടക്കം സംവരണം അനിവാര്യമാണ്. പട്ടാളത്തിലടക്കം പട്ടികജാതിക്കാരും പിന്നാക്ക സമുദായക്കാരും പിന്തള്ളപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് വസ്തുതകളുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അദ്ദേഹം ഇത് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽക്ക് ഇതുവരെ ഉള്ള 75 കൊല്ലം അല്ലെങ്കിൽ 78 കൊല്ലം ഏത് പാർട്ടിയാണ് ഇന്ത്യ ഭരിച്ചത്? എത്രയോ കാലം അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭരണഭാരം കൈയാളി. അന്ന് ഈ വിഭാഗങ്ങൾക്ക് എന്ത് പരിഗണനയാണ് കൊടുത്തത്? പട്ടിക സമുദായത്തിൽപ്പെട്ട ആളുകളെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലെ അംബാസഡർമാരായിട്ട് ഒക്കെ അയക്കുന്നതിനെക്കുറിച്ച് ശ്രീമതി ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ അസംബ്ലിയിലൂടെ ചോദ്യം ചോദിച്ചപ്പോൾ നെഹ്റു അവർക്ക് കൊടുത്ത മറുപടി എന്തായിരുന്നു? ഈ ഫോറിൻ സർവീസിലൊക്കെ ആളുകളെ അയക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന രീതിയിൽ ഇവനെ സ്രബ് എന്ന രീതിയിലൊരു മറുപടിയാണ് കൊടുത്തത്. പിന്നീട് ശ്രീമതി ഇന്ദിരാഗാന്ധി എത്രയോ കൊല്ലം ഇന്ത്യയുടെ ഭരണഭാര കൈയാളി. ആ സമയത്ത് ആണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ സംവരണം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ റിപ്പോർട്ട് ഈ മഹതിയായ ഇന്ദിരാഗാന്ധി എത്ര കൊല്ലം കോൾഡ് സ്റ്റോറേജിൽ വെച്ചു. ഇദ്ദേഹത്തിൻ്റെ പിതാവായ ശ്രീ രാജീവ് ഗാന്ധി അതിനോട് എന്ത് നയമാണ് അനുവർത്തിച്ചത്? പിന്നീട് VP സിംഗ് അധികാരത്തിൽ വന്നപ്പോഴല്ലേ അത് നടപ്പാക്കിയത്, അത് നടപ്പാക്കാൻ ശ്രമിച്ചത്. അന്ന് കോൺഗ്രസിൻ്റെ നയം എന്തായിരുന്നു, സമീപനം എന്തായിരുന്നു? തുടർന്ന് അധികാരത്തിൽ വന്ന നരസിംഹറാവുവിൻ്റെ സർക്കാർ സുപ്രീം കോടതിയിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധമാണ് ഇത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി അവിടെ അനുവർത്തിച്ചത്? ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. പോട്ടെ, 2004 മുതൽക്ക് 2014 വരെ രാഹുൽ ഗാന്ധിക്ക് മുൻകൈയുള്ള ഒരു സർക്കാരാണല്ലോ ഇന്ത്യ രാജ്യം ഭരിച്ചത്. മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയെങ്കിലും കൈകാര്യകർത്താവ് സോണിയാഗാന്ധിയും അവരുടെ പ്രധാന സഹായി രാഹുൽ ഗാന്ധിയുമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി ആ സമയത്ത് സൈന്യത്തിലടക്കം പട്ടികജാതിക്കാർക്കും പിന്നാക്ക സമുദായക്കാർക്കും സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് കൈക്കൊണ്ടത്? സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തുന്നതെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞത്. ആ സമയത്ത് പുള്ളിയുടെ നയം എന്തായിരുന്നു, സമീപനം എന്തായിരുന്നു? അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പുള്ളി ചെയ്തു? അത് ഇപ്പോൾ മാത്രമാണോ പുള്ളിക്ക് ഈ വീട്ടുവിചാരം ഉണ്ടായത്? നരേന്ദ്രമോദി പിന്നാക്ക സമുദായക്കാരാണ്, അദ്ദേഹം രാജ്യം ഭരിച്ച് അതിൻ്റെ 11 കൊല്ലം 12ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഉണ്ടിരുന്ന നായർക്കൊരു വിളി തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നുകയാണ് ഇവിടെ പട്ടികജാതിക്കാരും OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടു, അതുകൊണ്ട് ജാതി സെൻസസ് നടത്തണം, ഇവരെ എല്ലാവരും ഉടനെ തന്നെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്ന്. സംഗതി കൊള്ളാം. വൈകിയാണെങ്കിൽ ഒരു വിവേകം ഉദിച്ചേർന്ന് നമ്മളെല്ലാവരും അദ്ദേഹത്തോട് നന്ദിയുള്ളവരായിരിക്കും. മാത്രമല്ല, പൊതു രംഗത്ത് ഇതൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇദ്ദേഹം ജാതി സെൻസസിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോഴാണ് നരേന്ദ്രമോദിയും BJPയും എന്നാൽ ജാതി സെൻസസ് നടത്തിക്കളയാം എന്ന നിലപാടിലേക്ക് എത്തിയത്. അത്രത്തോളം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. ഇനി പട്ടാളത്തിൽ സംവരണം ഏർപ്പെടുത്തണം, പട്ടാളത്തിൽ പ്രധാനപ്പെട്ട തസ്തികകളിലേക്കൊക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തണം എന്നാണ് പുള്ളി പറയുന്നതെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവനവൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ഇത് മുമ്പ് വേറൊരു കാര്യം കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പട്ടിക സമുദായക്കാരെ ഉദ്ധരിക്കാൻ നിൽക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി സംവരണ മണ്ഡലത്തിന് പുറത്ത് പട്ടികജാതിക്കാർക്ക് എത്ര സീറ്റ് കൊടുത്തു? കേരളത്തിലടക്കം നമുക്കറിയാം. നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് പട്ടികജാതിക്കാർക്ക് പട്ടികവർഗ്ഗക്കാർക്ക് ഈ സംവരണ സീറ്റിൽ തീർച്ചയായിട്ടും അവരെ മത്സരിപ്പിക്കേണ്ടി വരും. അതിന് പുറത്ത് എത്ര സീറ്റ് ഇവർക്ക് കൊടുക്കാൻ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നു? അതിനൊരു ന്യായം വേണമല്ലോ. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ AICC പ്രസിഡൻ്റായി, അദ്ദേഹത്തിൻ്റെ മകൻ കർണാടകത്തിൽ മന്ത്രിയായി എന്ന് നമുക്കറിയാം. അതിനപ്പുറത്ത് എത്ര പട്ടികജാതിക്കാർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും എന്ന് അദ്ദേഹം പറയട്ടെ. വരാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത 14 സീറ്റിന് പുറമെ എത്ര സീറ്റ് കൊടുക്കും? അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവരടക്കമുള്ള OBC വിഭാഗത്തിൽ നിന്ന് എത്ര പേർക്ക് കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്തു, ടിക്കറ്റ് കൊടുത്തു? എത്ര പേര് ജയിച്ചു എന്നുള്ള വേറെ ചോദ്യമാണ്. ആകെ ജയിച്ചത് K. ബാബു മാത്രമാണ്. എന്തുകൊണ്ട് ഈഴവരടക്കമുള്ള പിന്നാക്ക സമുദായക്കാർ കോൺഗ്രസ്സിന് ചതുർത്ഥിയായി മാറി? പണ്ട് R. ശങ്കറുണ്ടായിരുന്നു, C. കേശവനുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ കേൾക്കാൻ രസമുണ്ട്. ഇപ്പോൾ എത്ര പേരുണ്ട് എന്ന് അദ്ദേഹം പറയണമല്ലോ.
പോട്ടെ, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലേ, അതിൽ എത്ര ഈഴവർക്ക് സീറ്റ് കൊടുത്തിട്ട്? കേരള കൗമുദി റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 3 പേർക്കോ 4 പേർക്കോ കൊടുത്തു. അപ്പോൾ 100 ചില്ലാനും മെമ്പർമാരുള്ള 100 ചില്ലാനും കൗൺസിലർമാരെ തിരഞ്ഞെടുക്കേണ്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെറും 3 ഈഴവർക്ക് അല്ലെങ്കിൽ 4 ഈഴവർക്കാണ് സീറ്റ് കൊടുത്തത്. ഈഴവരുടെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റ് പിന്നോക്ക സമുദായക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. രാഷ്ട്രീയമായിട്ട് ഇച്ഛാശക്തിയും സംഘടനാ ബലമുള്ളവരാണ് ഈഴവർ. അവർക്ക് സീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ വിശ്വകർമ്മരുടെ സ്ഥിതി എന്തായിരിക്കും? ദീപനരുടെ സ്ഥിതി എന്തായിരിക്കും? മറ്റ് പിന്നോക്ക സമുദായക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? പട്ടികജാതിക്കാർക്ക് ദൈവഗുരുത്വം കൊണ്ട് സംവരണം ഉള്ളതുകൊണ്ട് അംബേദ്കർ അങ്ങനെ ഒരു വ്യവസ്ഥ എഴുതി വെച്ചുകൊണ്ട് അവർക്ക് ആ സംവരണം കിട്ടും. അതിന് പുറത്ത് ഒരു സീറ്റ് പോലും കൊടുക്കുകയില്ല. സീറ്റ് വീതം വയ്ക്കുമ്പോൾ എല്ലാ നായർക്കും, നമ്പൂരിക്കും, ദാസറാണിക്കും, മുസ്ലിമിനായിട്ട് വീതിക്കും. പട്ടികജാതിക്കാർക്കും അതുപോലെ പിന്നോക്ക സമുദായക്കാർക്കുമൊക്കെ കോലായിലും ഒരൽപ്പുരയിലും തൊഴുത്തിലൊക്കെ ആയിരിക്കും സ്ഥാനം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള സിദ്ധാന്തം പറയുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാവുന്നത്. ആദ്യം തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയിൽ ഇത് നടപ്പാക്കട്ടെ, OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കട്ടെ, പട്ടികജാതിക്കാർക്ക് സംവരണ സീറ്റിന് പുറത്ത് സീറ്റ് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പട്ടാളത്തിലും ഐക്യരാഷ്ട്ര സഭയിലും ഡിപ്ലോമാറ്റിക് സർവീസിലുമൊക്കെ സംവരണം ആവശ്യപ്പെടുന്നത് കേൾക്കാനൊരു രസമുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ്. ഈ പ്രസംഗം വേറെ പ്രവൃത്തി വേറെ എന്ന കാര്യം ആരെങ്കിലും പുള്ളിക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പോലും KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ, ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് പ്രവൃത്തിയിൽ കൂടി ഇത് കാണിക്കണം എന്ന് നമ്മൾ അദ്ദേഹത്തോട് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.